ഷെഡ്യൂൾ പോലെ പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ പാടാൻ ഒരു പാട്ട് മനസ്സിൽ കടന്നു പലവിധമം ഭാരത്താൽ തളരും സമയം നിന്നിൽ ഞാൻ ചാരിടട്ടെ. പലവിധമം ഭാരത്താൽ തളരും സമയം നിന്നിൽ ഞാൻ ചാരിടട്ടെ. മിത്രങ്ങൾ സ്നേഹിതർ ശത്രുക്കളാകുമ്പോൾ നിന്നിൽ ഞാൻ ചാരിടട്ടെ. നിന്നിൽ ഞാൻ ചാരിടട്ടെ. കർത്താവേ എൻ ദൈവമേ നിന്നിൽ ഞാൻ ചാരിടട്ടെ. നിന്നിൽ ഞാൻ ചാരിടട്ടെ. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. प्रभु का बड़ा नाम को धन्यवाद के साथ मैंने स्तुति करना चाहता हूँ. ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നാളെ മുതൽ ആദ്യത്തെ ദിവസം മുതൽ കഴിഞ്ഞ മീറ്റിംഗിന് വരെയും ഞാനും എൻ്റെ വൈഫ് മോൾക്കുട്ടിയും കൂടെ ഒന്നിച്ചാണ് കണ്ടുള്ളത്. संग्रहकारी संस्था से जुड़ने का समय से लेकर जो लास्ट में जो मीटिंग हुआ जो इधर हुआ तब तक पास्टर और पास्टरानी दोनों मिलकर हमारा बीच में आते थे. ഇനിയും തന്നെ പോയാൽ മതിയെന്നുള്ളതായിരിക്കും ദൈവത്തിന്റെ ഞങ്ങളോടുള്ള ബന്ധത്തിലെ തീരുമാനം. शायद परमेश्वर का इच्छा हमारे जीवन में मेरे जीवन में ऐसा होगा अभी आगे अकेला चलना है. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പോലെ തന്നെയാണ്. ये जगह हमारे लिए एक घर की समान है. ഒത്തിരി സന്തോഷമാണ്. बहुत आनंद है. കഴിഞ്ഞ ദിവസം ഈ ബെഞ്ചിമോൻ വീട്ടിൽ വന്നായിരുന്നു. कुछ दिनों से पहले बेंजी सर पास्टर का सोलोमन सर पास्टर के घर पे चले गए थे. എന്നോട് പറഞ്ഞു ഈ ഞായറാഴ്ചയാണ് അച്ഛൻ്റെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. इस रविवार को ही आपका प्रचार देख करके मुझे बताया. എങ്ങനെയാണ് ഞാൻ വരുന്നത് എനിക്ക് വാക്കുകൾ പോലും പറയാൻ പറ്റത്തില്ല. पास्टर ने बोला बेटा मैं कैसे आ सकता हूँ मेरे मुंह से शब्द भी नहीं आ रहा है. ഈ അച്ഛനെ നമുക്ക് എല്ലാവരും ഇരിക്കുകയാണ് വരണമെന്ന് പറഞ്ഞു. उन्होंने ऐसे बताया पास्टर आपके लिए हम सब लोग इंतजार में हैं आप जरूर आना. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കോർഡിനേറ്റ് ചെയ്താണ് എൻ്റെ ബ്രദർ മുമ്പ് പ്രസംഗിച്ച പാസ്റ്റർ ജോസഫ് ജോർജ്, എൻ്റെ അളിയൻ പെങ്ങൾ. അപ്പം ഞങ്ങൾ പറഞ്ഞു പാസ്റ്ററുമായി വിളിച്ച് നമുക്ക് വിളിച്ചു പോകാം. तुरंत पवित्र परमेश्वर ने हमारे लिए इतना अच्छा एक मौका बनाया. कोशी पास्टर और पास्टर का भाई और उनके परिवार सब मिलकर आने के लिए मौका मिला. എൻ്റെ ഭാര്യ വെളുപ്പിന് 4 മണിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. पास्टर का बीवी हम आंटी थे सुबह 4 बजे प्रार्थना के लिए बैठने वाला एक आदत थी. ഇവിടെയുള്ള കുറേയേറെ ആളുകളുടെ പേര് വേണ്ടി പ്രാർത്ഥിക്കും. इधर बहुत सारे लोग हैं उन लोगों का नाम लेकर प्रार्थना करती थी. ഡാനിയൽ സാറിനെ തുടങ്ങി दानियल सर से लेकर ബെഞ്ചിമോൻ, बेंजी सर से लेकर ജെയിനി മോൾ, जेनी आंटी से लेकर പിന്നെ ആൻഡ്രൂ, അബിഗയിൽ, ഡാസ, ബിന്ദു. എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയത്തില്ല. ഞാൻ ഏകദേശം കാണാതെ പഠിച്ചിട്ടുണ്ട്. आंटी ने इतने लोगों का नाम लेकर उनके लिए प्रार्थना करती थी. സജി സാർ നോക്കുന്നുണ്ട്. സജി സാർക്ക് മേളത്തെ ലൈനിൽ തന്നെയുണ്ട്. सजी सर का भी नाम है. അങ്ങനെ 2.5 മണിക്കൂർ 6:30 വരെ പ്രാർത്ഥിക്കും. लगभग 2 घंटे तक उन्होंने सुबह प्रार्थना कर दी. ഞാൻ 5 മണിക്ക് ഞാൻ കൂടെ 5 बजे पास्टर भी उनके साथ प्रार्थना में बैठते थे. ഡാനിയൽ സാറും ജെയിൻ മോളും കുഞ്ഞുങ്ങളും ബെഞ്ചിമോനും എല്ലാവരും കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ ഗേറ്റ് കുറെ ദൂരെയാണ്. हम लोग पास्टर के घर पे गए थे. उनका जो गेट है बहुत दूर में थे. അത് ചെന്ന് തുറക്കണം. वहां जाकर खोलना पड़ता था. ഞാൻ പറയും പോയി ഗേറ്റ് തുറക്കണം പറയും. पास्टर जी आंटी से बताते थे ऐसा अभी बंद करना मैं जाकर गेट खोलता हूँ. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. और प्रार्थना में ही लगी रहती थी. ഞങ്ങൾ 15-ാം തീയതി യുഎസ്എക്ക് മടങ്ങി പോകാനിരുന്നതാണ്. हम दोनों मिलकर यूएस में इस 15 तारीख को जाने के लिए योजना बनाई थी. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരെ മീറ്റിംഗിന് ഇങ്ങനെ വിളിക്കും. इन दिनों में बहुत लोग हमको अलग अलग मीटिंग के लिए बुलाते थे. ആര് വിളിച്ചാലും ഞാൻ പറയും up to 14th I have too
बिजी हो गए। किसी ने भी बुलाया तो मैं बताता 14 तारीख तक हम बहुत बिजी हैं। എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇത് പറയുന്നത്. मैं मुझको समझ नहीं आ रहा था मैं क्यों ऐसा बिजी है करके बोलता हूँ. ഞങ്ങളുടെ പെങ്ങളെ കൊച്ചെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ട്. पास्टर का बहन है बच्चे घर उनको बुलाती है वो घर पे ही थी. ഇത് കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ പറയും ഫോർട്ടിന് ബിസിയാണ്. वो ऐसे पास्टर से पूछा जब किसी ने बुलाया तो आप क्यों ऐसा बताता है 14 तारीख तक आप बहुत बिजी है करके. നമ്മുടെ കർത്താവിനെ എല്ലാം അറിയാം. हमारा परमेश्वर सब जानते हैं. 15 തീയതി പോകാനുള്ള ടിക്കറ്റ് ക്യാൻസലാക്കി. 15 तारीख को जाने का जो टिकट था वो कैंसिल की. കാലിഫോർണിയയുടെ ഏറ്റവും വലിയ കൺവെൻഷനാണ് മാറാനാഥ പഞ്ചാബി ചർച്ചിന്റെ വേദി. मारानाथा पंजाबी कलीसिया का कैलिफोर्निया में बहुत बड़ा एक कन्वेंशन है. അവിടെ 25th 26th 27th 3 ദിവസം ഞാനാണ് ശുശ്രൂഷിക്കുന്നത്. वहां 24 25 26 जो 3 तारीख में पास्टर का ही प्रचार था. അതെല്ലാം ബ്രേക്ക് ആയിരിക്കുകയാണ്. वो सब अभी नहीं हो पा रहा है. ദൈവം ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമോ എന്ന് ഒത്തിരി പേർ ചോദിച്ചു. पर क्या परमेश्वर बुराई से हमको परीक्षा करेगा क्या करके बहुत लोग पूछा. നമുക്ക് ദോഷമാണെന്ന് തോന്നിയാലും हमको बुराई करके लगा तो भी ഈ നോസെവരിത്തി എല്ലാം കർത്താവിനാണ്. परमेश्वर सब जानता है. നമ്മൾ ഇരിക്കാൻ പോകുന്നത് കർത്താവിനറിയാം. हम बैठने जा रहा है वो जानता है. എഴുന്നേൽക്കുന്നത് हम കർത്താവിനറിയാം. उठता है उनको वो जानता है. നടക്കുന്നത് हम കർത്താവിനറിയാം. चलता है वो जानता है. കിടക്കുന്നത് हम കർത്താവിനറിയാം. सोने के लिए जाता है वो भी परमेश्वर जानता है. നമ്മുടെ മുൻപും പിൻപും എല്ലാം കർത്താവിനറിയാം. हमारे आगे और पीछे सब वो जानता है. അതുകൊണ്ട് ഞാൻ വന്നതല്ല ഇവിടെ. ഞാൻ पास्टर ने इधर आया नहीं है. ഈ ബ്രിക്റ്റ് വിദ്യ परमेश्वर जी को इधर लेकर आया. ഈ മായാസുസിന്റെ മകൻ മരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ये जो माया अभी जो आंधी ने बोला उनका बेटा ने मर गया करके वो कहानी पास्टर सुन चुके हैं. എങ്കിലും ഏകദേശം ഒരു അഡ്രസ് ഫൈൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. अभी उसकी उसके बारे में पूरे डिटेल्स अभी मिला है. എന്റെ ഭാര്യ മരിച്ചൊരു വലിയ കാര്യമല്ല. എന്നെ അത് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ മേ ബി മായാസുസിനെ കൂടെ ഇവിടെ കൊണ്ടുവന്നത്. आंधी ने जो गवाही बताया पास्टर जैसे बोल रहे थे पास्टर का बीवी मर गया उससे उनका बेटा मर गया उससे बढ़कर कुछ बातें नहीं हुआ. ഞാൻ ബെഞ്ചമിനോട് ചോദിച്ചായിരുന്നു ജയൻമോളുടെ മമ്മി എന്നാ മരിച്ചത്. बेंजी साहब सुलेमान साहब से पास्टर ने ऐसे पूछा आंधी का मम्मी कब गुजर गई. എന്നോടൊരു ഡേറ്റും ഇയറും ഒക്കെ പറഞ്ഞു. एक तारीख और एक साल के बारे में उन्होंने बताया. I got a confirmation. दानियल साहब ഭാര്യയില്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ. उस समय पास्टर जी को ऐसा एक कंफर्मेशन मिला हमारा दानियल साहब को भी अभी बीवी तो नहीं है. എനിക്ക് മനസ്സിലായ ഭാര്യയില്ലാതെ ജീവിക്കാം. तब पास्टर जी समझ लिया अभी बीवी नहीं है तो भी मैं जी सकता हूँ. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നില്ല. प्रेरित पौलुस के समान मैंने प्रचार नहीं करना चाहता हूँ. കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം ലോകം ഇന്നുവരെ കണ്ട ഏറ്റവും വലിയ ആറ്റം ബോംബായിരുന്നു പൗലോസ്. यीशु मसीह के बाद इस दुनिया ऐसा वाला बड़ा एक बॉम्ब के समान एक व्यक्ति को देखा वो व्यक्ति है पौलुस. കൃപ പലരിലും പെരുകി. उन्होंने ऐसा बताया कृपा बढ़ते ही गया लोगों में. കൃപ എല്ലാരിലും പെരുകിയെന്നല്ല. और कृपा सबका जीवन में बड़ा बढ़ते गया करके नहीं है. മിനിസ്റ്റർ മോദിയുടെ മേൽ പകർന്നല്ല. और मोदी के जीवन में बड़ा करके नहीं है. പിണറായിയുടെ മേൽ പകർന്നല്ല. और हमारा पिनराई के जीवन में वो करके नहीं. ഇഷ്ടമുള്ള ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. उनकी पसंद आए कुछ लोग इधर बैठा है उनके जीवन में कृपा बढ़ते गया. അവരുടെ മേലൊക്കെ കൃപ പകർന്നു. उनके जीवन में उन्होंने कृपा को मंडराया. പകർന്നാൽ और कृपा वहां बढ़ के आया तो നെക്സ്റ്റ് വൺ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മഹത്വം. उसके बाद जो बात है परमेश्वर को महिमा. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വന്നാൽ परमेश्वर का महिमा हमारे जीवन में आया हो സ്തുതി അങ്ങ് പോകും. हमारे जीवन से आराधना स्तुति आगे बढ़ेगा. ആറ്റമിക് എനർജിയേക്കാൾ വലിയതാണ് സ്തുതി. एक बहुत बड़ा उत्फोड़न से भी बढ़कर सामर्थ्य है स्तुति को. കഷ്ടത്തിന്റെ നടുവിൽ സ്തോത്രം പറയുവാൻ കഴിയുമെങ്കിൽ वो कष्ट के बीच में हालेलुया बताना हमसे नहीं हुआ तो അതാണ് ഏറ്റവും വലിയ ബോംബ്. वो हुआ तो सबसे बड़ा एक बात है. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. अभी हमसे बात करने वाले परमेश्वर है. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ഈ കാണുന്ന ഡോക്ടർമാർക്ക് ഈ നാട്ടിലുള്ളതാണ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിഖിൽ ഗ്ലാഡ്സൺ. मेडिकल मिशन हॉस्पिटल में निखिल ग्लाडसन करके वो एक डॉक्टर है. എനിക്ക് അത്ര ന്യൂറോ പ്രശ്നമുള്ള ആളാണ്. पास्टर जी को हमको पता है पास्टर जी को सिर का कुछ समस्या है. 35 വർഷമായി
മാറ്റർ എനിക്ക് ന്യൂറോ പ്രോബ്ലം. न्यूरो जो समस्या है, सिर का कुछ बीमारी से पास्टर जी पीड़ित है 30 साल से. ഞങ്ങള് അവസാനം അമേരിക്കയിൽ പോരാൻ നേരം ഞങ്ങളുടെ ഡോക്ടർ ഒരു റഷ്യൻ ക്രിസ്ത്യനാണ്. एक रशियन क्रिश्चियन मसीही का डॉक्टर अमेरिका में जब से हम आने का समय അദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്റ്റേഴ്സിനെ, ബ്ലാക്ക് പാസ്റ്റേഴ്സിനെ, കേരള പാസ്റ്റേഴ്സിനെ ഒക്കെ അറിയാം. इंडिया का भारत का पादरी लोगों को या केरल का पादरी लोगों को वो डॉक्टर है बहुत अच्छा से जानते हैं. ബ്ലാക്സ് ആണ് കൂടുതൽ ചാടുകയും ഓടുകയും മറിയുകയും വേണ്ടി വന്ന തലയും കുത്തി മറിയുകയും വരെ ചെയ്യും. जो खाला कलर का होता है, ऐसा वाला लोग ज्यादा नाचते हुए और स्तुति करने वाला लोग करके उनको पता है. അദ്ദേഹത്തിന്റെ റഷ്യക്കാരുടെ ഇംഗ്ലീഷ് സാറി ലോകം മുഴുവൻ പോകുന്നുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത ഇംഗ്ലീഷ് प्रोनाउंसिएशन सारा लगे. आपको पता है सर, अलग-अलग राज्य में जा चुका है. ये इंग्लिश भाषा अलग-अलग राज्यों में अलग-अलग तरीका में होता है. प्रोनाउंसिएशन में व्यत्यास और मीनिंग में व्यत्यास. और बोलने का तरीका में फर्क है और उसका अर्थ में भी फर्क है. पता कंडुपिडिച്ചു. उनको ये बात पता चला. Most of the Indian pastors are violent pastors. उन्होंने ऐसा बताया था, ये जो इंडिया का भारत का पादरी लोग हैं बहुत वायलेंट लोग हैं, ज्यादा चिल्लाने वाले लोग हैं करके बताया. केरला pastors are more violent. विशेष रूप से केरल का पादरी लोग बहुत चिल्लाने वाले लोग हैं. ഞാൻ അർത്ഥം പറയാൻ പോകുന്നില്ല. इसका अर्थ क्या है मैं बताता हूँ, आप लोग निराश मत होना. ശരിക്കുള്ള അർത്ഥം, इसका सच में अर्थ ऐसा है, इंडियन pastor violent എന്നുള്ളത് വഴക്കുണ്ടാക്കുന്നവരാണ്. इंडिया का जो भारत का पादरी लोग है लड़ने वाला लोग है. केरला pastors और എപ്പോഴും केरल का पादरी लोग तो हमेशा लड़ने वाला लोग है. उसका सचमुच में इसका अर्थ ऐसा है. वो जो डॉक्टर ने ऐसा सोचा, उन्होंने ऐसा, उसका मतलब ऐसा था, उन्होंने शरीर के साथ आराधना स्तुति करने वाला लोग है. सपोर्टिव आनेंगे मात्रमे वर्शिप ऐसे फुलनेस लेके बना. आराधना पूर्ण रूप से होना है तो हमारा शरीर भी हमको मदद करना है. इनकी അടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വരികയാണ്. उनका पास्टर का जो रिपोर्ट, मेडिकल रिपोर्ट आने वाला है. Most of your vein in your skull is fully damaged. आपका जो सिर का जो नस होता है, नस है सब खत्म हो चुका है. തലച്ചോറിലെ എല്ലാ nerves डैमेज है. जो सिर का जो नस है सब डैमेज हो चुका है. ये केरला पास्टर्स ने पर चाड़िया, तो केरल का पादरी का समान नाचना शुरू किया तो nerves डैमेज आए हुए. ये जो नस डैमेज हो चुका है, इंटरनल ब्लीडिंग होता है, अंदर ब्लीडिंग बहाव होता है, और द स्पॉट विल मर जाएगा, तो वहां ही मर जाएगा. तो मुदल तब से लेकर इन कोटो ആരാധിക്കുന്നത് പറയാനല്ല ഇവിടെ വന്നത്. नस को कुछ हिलाते हुए नहीं, नस के साथ और नस के साथ मैं आराधना करता हूं. ഞാൻ തലയെ കുത്തി മറിഞ്ഞാലും, मैंने और कुछ नाचते हुए प्रार्थना किया तो भी, सिंधु फुटबॉल വീണാലും, अगर मैंने कहा पे गिर गया तो भी, I feel that a strong hand behind my head. पास्टर मतलब बोलने का मतलब है बहुत अच्छा से परमेश्वर मुझे महसूस करता है. स्वयं संरक्षणങ്ങൾ കൊണ്ട് വലിയ കാര്യമില്ല. हम खुद को संभाला तो कोई काम का नहीं है. എന്റെ ഭാര്യ ഒരു മിടുക്കിയായിരുന്നെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. पास्टर का जो आंटी है बहुत अच्छी एक व्यक्ति है करके बोलने में पास्टर बहुत आनंद मनाता है. പക്ഷേ സഹോദരിമാരെ നമുക്കറിയാമല്ലോ, സഹോദരിമാരെ സിസ്റ്റർ बहनों के बारे में हमको पता है. അത്രയും ശരിയല്ല പാസ്റ്റർ, എന്റെ അത്ര വലിയല്ല, पास्टर का समान नहीं होगा. എന്നാൽ ഒന്നുകൂടെ പറയാം, she was clever. फिर भी लेखन में बताना चाहता हूँ, पास्टर की जो बीवी है बहुत अच्छी और बहुत क्लेवर थी. തുരുമ്പിച്ച താക്കോലിന് വരെ മേൽവിലാസം കൊടുത്തിരിക്കുക. उनका हमारा पास्टर कार पे जो खराब हुआ है, वो जो कुंजी है उसको भी, उसके बारे में पूरी जानकारी करती थी. ഞങ്ങളുടെ വീടിന്റെ താഴത്തെ പോർഷൻ 9 മുറിയാണ്. पास्टर जी का जो घर का नीचे जो जगह है वहाँ 9 रूम है. ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല. वो पास्टर जी को ये भी पता नहीं था अभी तक. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ഷെൽഫൊക്കെ എന്റെ സിസ്റ്ററും ബ്രദർ-ഇൻ-ലോയും അനിയനും എല്ലാം കൂടെ തപ്പി. पास्टर जी के जो घर पे जो सामान रखने के शेल्फ है, पास्टर का भाई और बहन सब लोग मिलकर कुछ चीजें खोज रहा था. जो कुंजी खराब हुआ है उसको भी उनके नाम भी लिख के रखा है. दाहिनी जगह पर और वहां का दरवाजा का चाबी कर चाबी का ऊपर लिखे रही थी. हर बात एक बहुत अच्छी तरीका में कर चुकी थी. मेडिसिन जो इलाज है,
എക്സർസൈസ് ചെയ്യുന്നത്. जो एक्सरसाइज अब एक्सरसाइज करने का जो व्यायाम करने का वो चीज और मेडिसिन इलाज ഭക്തിയെ നോക്കുന്ന കാര്യത്തിൽ जो अच्छा एक रूप से एक भक्ति देखता है जो लोग का इलाज करता है ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. और बहुत स्ट्रिक्ट थी. ഞാൻ 35 വർഷത്തിന് ശേഷമാണ് ഈ മായയുടെ വീട്ടിൽ വന്നപ്പോൾ അവർ ജിലേബി കഴിക്കുന്നത്. 10-3 साल से लेकर जब इस माया आंटी के घर पे पास्टर ने गया तब एक बहुत सालों से लेकर एक जिलेबी खाया. പെട്ടെന്ന് പുള്ളിക്കാരി തിരിക്കുന്നു. अगर पास्टर जी का बीवी पास्टर के साथ है तो खाना नहीं देती थी. ഒരു സത്യം പറയാം, एक सच मैं बताना चाहता हूँ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിച്ചാലും कुछ भी चीजों के बारे में हम खुद को संभाल के रखा तो भी തമ്പുരാന്റെ സമയത്ത് പോയി परमेश्वर की समय पे जाना ही पड़ेगा. ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാ പാസ്റ്റേഴ്സും വായിക്കുന്ന വാക്യമാണ്, ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണം. पास्टर लोग ऐसा एक वचन लेकर प्रचार करते हैं, ज्ञान का साथ एक हृदय मिलने के लिए, मेरे दिनों को गिनती करने के लिए प्रभु आप मुझे सिखाना. ലോകം കണ്ട ഏറ്റവും വിസ്ഡം, ഏറ്റവും വലിയ വിസ്ഡം, इस दुनिया से देखे हुए सबसे बड़ा बुद्धि और ज्ञान ये है, അടുത്ത ചാൻസ് നമുക്കാണ്. आने वाला और बार आएगा, मेरी बार आएगा. എന്തോ ചാൻസ് ആദ്യം മരണത്തിന്റെ ചാൻസ്. वो जिसकी बार के बारे में हम बातें करता है करके सोचा तो मृत्यु की और लाइन पे मैं भी हूँ. ഏറ്റവും വലിയ ചിന്ത, सबसे बड़ा चिंता ये है, ഞാൻ മരിക്കാനുള്ള ആളാണ്, मैं भी मरने का हूँ. എന്ന് ചിന്തിച്ചാൽ പിന്നെ യുദ്ധമില്ല. ऐसा हम सोचा तो फिर युद्ध नहीं है. രോഗത്തെ കുറിച്ചുള്ള ഫീലിംഗ് ഇല്ല. हमारा रोग हमारा बीमार के बारे में हम सोचता नहीं है. വീടില്ലാത്തതിന്റെ ഫീലിംഗ് ഇല്ല. घर नहीं है करके सोच नहीं आएगा. സമ്പത്തിനെ കുറിച്ചുള്ള ഫീലിംഗ് ഇല്ല. संपत्ति के बारे में सोच नहीं आएगा. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരുത്തുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. इस दुनिया का कोई चीजों में हम जुड़ा नहीं है. ബന്ധമായി ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കാൻ കഴിയും. हमारा रिश्ता परमेश्वर से ही होगा. ഞാൻ വായിച്ച വാക്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. वो वचन का ऊपर और एक वचन है, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. हम सारी रीति से कष्ट को अनुभव करने वाले लोग हैं, लेकिन हम तो हमारे जीवन में कुछ गड़बड़ तो और हम कुछ निराश तो नहीं है. എനിക്കിന്ന് വരാനുള്ള ഭർത്താവ് ഞങ്ങളെ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളെ ഒന്നിച്ചല്ലാതെ എപ്പോഴും ഒന്നിച്ചാണ്. हमको भी पता है, कभी भी पास्टर और आंटी इधर आते हैं, हमको बहुत अच्छे रूप से पता है, दोनों मिलके ही इधर आए हैं और आते हैं. കടയിൽ പോയി പാല് മേടിക്കാനൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ തന്നെ പോകും. अगर कुछ दूध लेना है ऐसा वाला कुछ चीजों के लिए ही मैं अकेला जाता हूँ. കല്യാണം കഴിച്ച കാലം മുതലേ അങ്ങനല്ല. जब से शादी हुआ तब से लेकर ऐसा हो करके नहीं, സുവിശേഷം ചെയ്യാൻ തുടങ്ങിയപ്പോൾ इस सेवकाई का समय से लेकर हम साथ थे. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. अभी बहुत प्रतिकूल अवस्था में मैं हूँ. ഞാൻ 34 രാജ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം സന്ദർശിച്ചു. अलग अलग लगभग 34 राज्य में पासरी सफर कर चुके हैं. അതിൽ 18 രാജ്യങ്ങളിൽ പുള്ളിക്കാരെ കൊണ്ടുവരുന്നു. उसमें गिनती किया तो 18 राज्य में आंटी भी पास के साथ जाती थी. അങ്ങനെ മോർ ക്ലോസ്നെസ് ആയതുകൊണ്ട് बहुत अच्छा एक रिश्ता दोनों के बीच में था. ബെഞ്ചോ അച്ഛനെ വിളിക്കുന്നത് എനിക്കറിയില്ല, എങ്കിലും അച്ഛൻ പറഞ്ഞു. सुलेमान सर ने से बताया, पास्टर आपको कैसा मेरे इधर बुलाओ करके मुझे पता नहीं, लेकिन आप आना है. ബെഞ്ചിമോന് നയത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. सुलेमान साहब कुछ बात है, किसी को समझाने में एक तरीका उनको है, वो बहुत अच्छा तरीका है. ബെഞ്ചിമോൻ അറിയാം, ഭാര്യ മരിച്ച ഒരു ഭർത്താവിന് 20-ാം തീയതി വന്ന് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. सुलेमान साहब को पता है, बीवी प्रभु के पास चले जाने के बाद എന്നാൽ സൂത്രത്തിലുള്ള കമാൻഡിംഗ് കപ്പാസിറ്റി എന്നാൽ അച്ഛൻ പറഞ്ഞു. लेकिन ऐसा आकर प्रचार करना मुश्किल होगा, फिर भी उन्होंने ऐसा बताया आप आना है. അങ്ങനെയാണ് എന്നോട് ഒരുപാട് ഇടയായത്. ऐसा मैं आज इधर आया हूँ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. मैं बहुत आनंद हूँ. ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് मैंने इस स्थापन के बारे में ഒരു 10 മിനിറ്റ് പ്രീച്ച് ചെയ്യാൻ സമയം കിട്ടിയുള്ളെങ്കിൽ ഞാൻ പറയും. 10 मिनट मुझको समय मिला तो भी मैंने बताता हूँ. ഒന്നാമത് ഞാൻ പറയുന്നത്, सबसे पहले मैंने बताता हूँ, ഡാഡിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും
साहब को समझ आएगा नहीं, पसंद आएगा नहीं, मुझे पता नहीं। നല്ല രണ്ട് പാട്ട് പാടിയാൽ ഡാനിയേൽ സാർ ഫുട്ബോൾ ചാടുന്ന പോലെയാണ്. बहुत अच्छा एक गीत गाया तो डानियल सर फुटबॉल के समान ऊपर नीचे और नाचना शुरू करेगा. ചാടിയേലേ ഇതൊക്കെ നിലനിൽക്കത്തുള്ളൂ. ऐसा किया इसलिए ही आज तक ये सब कुछ खड़ा है. ഞാൻ പറഞ്ഞ നീറ്റ്നെസ്. दूसरी बात मैंने बताया इधर बहुत नीट है. ഇവരെ ജയിൽമോളും ആൻഡ്രൂ അബിഗയിൽ അനീസൊക്കെ ഒരു പുല്ല് കാണാൻ ഞങ്ങളുടെ പെരിക്കലൊക്കെ പറയും. ഇവിടെ നോക്കിയാൽ കാണത്തില്ല. इधर कुछ कचरा ऐसा कुछ देखना है तो अबीगेल या आंड्रू और हम लोग और कुछ जगह पे जाना पड़ेगा. उतना अच्छा सफाई है इधर. എന്റെ ഭാര്യ ഇവിടെയുള്ള മിക്ക പേർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. पास्टर का हमारा जो आंटी है इधर बैठा है ज्यादा सब लोगों के लिए प्रार्थना करती थी. ये जो बिंदु दीदी बैठा है उसके नाम भी पास्टर को पहले पता नहीं थे. उनका हृदय के बारे में जानकर प्रार्थना करती थी. और दीदी का जो मम्मी है उसकी बीमारी के लिए भी प्रार्थना करती थी. बाकी सब आप लोग जानते हैं. ഹണിദത്തിന്റെ മോക്ക് ജോലി കിട്ടണം. എനിക്കത് അറിയത്തില്ല സബ്ജക്റ്റ്. इधर एक हमारा टीचर हनी करके उसका और टीचर का उनका सब पुत्री को जब नौकरी मिला है करके प्रार्थना करती थी. ഒരുപാട് വിഷയം ऐसा बहुत विषयों के लिए प्रार्थना करती थी. യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ अय्यूब उनका दोस्तों के लिए प्रार्थना किया. അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. उनका स्थिति को फर्क आया. സൗകര്യം കിട്ടുന്നെങ്കിൽ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ऐसे तो हम भी सब लोगों के लिए प्रार्थना करना है. നമ്മൾ ഇടുങ്ങിയിരിക്കുന്നില്ല. हम निराश नहीं हैं. നിരാശപ്പെടുന്നില്ല. हम निराश दुख में तो नहीं है. നിരാശപ്പെട്ടത്ര ആളിരിക്കാനാണ്. निराश होकर कितना दिन बैठते हैं. നമ്മളെ വിളിച്ചൊരു കർത്താവുണ്ട്. हमको एक प्रभु ने बुलाया, हमको प्रभु ने बुलाया है. ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണം. वो अनुभव हम करना है. ഇപ്പോൾ എനിക്ക് മരണത്തെ ഭയമില്ല. अभी मैं मृत्यु से डरता नहीं हूँ. പണ്ടാരെങ്കിലും മരിക്കുമെന്നുള്ള ഭയമാണ്. पहले किसी ने मर जाएगा करके बोला तो मैं डरते थे. ഇപ്പൊ അങ്ങനെ ചിന്തയില്ല. अभी ऐसा वाला चिंता ही नहीं है. ഇതൊരു സാധാരണ സംഭവം. ये एक साधारण एक बात है. അങ്ങനെ വരുമ്പോൾ പൗലോസ് പറയുന്നത് ऐसा वाला संदर्भ में पौलुस बताता है ജീവിക്കുന്ന ക്രിസ്തു मेरे लिए जिंदा मसीह. ജീവിച്ച കർത്താവിനോട് ജീവിക്കും. अगर मैं जिंदा है तो मसीह के लिए जीऊंगा. എന്നാൽ അതിനേക്കാൾ ലാഭമുള്ള ഒരു കച്ചവടമുണ്ട്. उससे लाभ वाला एक काम है. എനിക്ക് മരിക്കുന്നതേ ലാഭം. अगर मैं मरा तो भी लाभ है. പൗലോസിന്റെ എന്തോ വാചകങ്ങളാണ്. पौलुस कितना अच्छा वाक्य बताया है. ഉരുക്കിനേക്കാൾ ബലമുള്ള വാക്ക്. और लोहा से भी बढ़कर सामर्थ्य वाला बातें हैं. മനുഷ്യന്റെ മനസ്സിന്റെ അകത്തേക്ക് ഇടിച്ചു കയറും. पर इंसान का हृदय का तोड़ने वाला एक बातें है. हालेलुया. ഈ മനോഹരമായ ഹോളിന്റെ അകത്തിരിക്കുമ്പോൾ इतना खूबसूरत कमर के अंदर हम बैठा है. എല്ലാം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ये सब बातें कैसा आज तक खड़ा हुआ. മക്കളെ, വിശ്വാസം എന്ന് പറയുന്ന ആ വലിയ കോൺക്രീറ്റിന്റെ മുകളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. विश्वास ऐसा है बहुत बड़ा सामर्थ कंक्रीट का ऊपर सब बातें खड़ा हुआ. ഞാൻ ബെഞ്ചമിനോട് ചോദിച്ചു, മോനെ എങ്ങനെ ഇത് റൺ ചെയ്യുന്നു? बेंजी साहब से पास ने पूछा ये सब बातें कैसे चलाता है. വലിയ സ്ട്രോങ് ബിലീവ് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. उन्होंने बहुत बड़ा वाक्य അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. यीशु परमेश्वर वो हमारा साथ है. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും പറയണം, आज रात तक जितने लोग जुड़ा है सब लोग ये बोलना वो हमारा साथ है. ഇത്രയും കുഞ്ഞുങ്ങളെ इधर इतना सारे बच्चे लोगों को ഞാൻ പണ്ടൊരാളെ കൊണ്ട് പറഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ യൂണിഫോം ഒക്കെ ഒരുപോലെ ഇടിച്ച് നടത്തുന്നതിന്റെ പുറകിൽ ഒരു വലിയ വിശ്വാസത്തിന്റെ കൈ ഉണ്ട്. इस बच्चे लोग एक अच्छा यूनिफॉर्म कपड़ा देकर चलाता है. इसके पीछे एक बहुत बड़ा विश्वास की बातें तो है. ഇത് ഷോയൊന്നുമല്ല. ये एक नाटक के समान नहीं है. ഇതിന്റെ പുറകിൽ ഒരു വലിയ കൈയുണ്ട്. इसके पीछे बहुत बड़ा हाथ तो जरूर है. വിശ്വാസത്തിന്റെ കൈയുണ്ട്. विश्वास की हाथ जरूर है. ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. नहीं इस संस्था को आगे लेके चलेगा. സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. सजी सर भी घर पे आए थे. ഞാൻ ആകെ മരവിച്ചിരിക്കുകയായിരുന്നു. पास्टर जी बहुत दुख का बीच में दुख में थे. പാസ്റ്ററാണ് ലീഡ് ചെയ്യുന്നത്. आप लोग भाषण का जो वहाँ का कलीसिया का पादरी वहाँ अगुवाई कर रहे थे. ഞാൻ പറഞ്ഞു, പാസ്റ്റർ
ദൈവദാസന്മാർക്കും എല്ലാ സ്നേഹിതർക്കും സമയം കൊടുക്കണം. पास्टर ने उनके पास से बताया इधर आए हुए सब लोगों को एक तो मौका देना. പെന്തക്കോസ്തരായിരിക്കുന്ന ഞങ്ങളുടെ ഇടയിലെ ഒരു കാര്യമാണ് ഈ വരുന്നവരെല്ലാം രണ്ട് വാക്ക് വരുന്നവരെ കുറിച്ച് പറയുന്നത്. पेंटिकस्ट लोगों के बीच में एक वैसा बात है कि रीति रिवाज है आए हुए सब लोग कुछ तो बातें बताता है. ഞാൻ ഉദ്ദേശിച്ചപ്പോൾ സജി സാറിന് സമയം കൊടുക്കാൻ ഒത്തില്ല. लेकिन उसके बाद मुझे पता चला सजिन साहब को समय नहीं दे पाया. ആര് വന്നു ആര് പോയി ആര് നിന്നൊന്നും ഈ തലച്ചോറിന്റെ അകത്ത് കയറിയില്ല. कौन आया कौन रुका कौन गया पास्टर को अभी भी याद तो अच्छे से नहीं है. ബാക്കി എല്ലാം ഭംഗിയായി നടക്കുവാൻ കർത്താവ് बाकी सब कार्यक्रम अच्छा से होने के लिए प्रभु ने मदद की. എന്റെ പ്രയാസങ്ങൾ കുറച്ച് മാറി. पास्टर का वो दुख निराश की अवस्था से पास्टर जी थोड़ा दूर आ चुके हैं. ഈ കുഞ്ഞുങ്ങളെ ഒക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. इन बच्चों लोगों को देखकर मैंने बहुत खुश हूँ. ഞാൻ ഇവരെ കൊണ്ട് ഒരു വിളി വിളിപ്പിക്കാറുണ്ട്. मैं इन लोगों से एक नाम बुलाता हूँ. ഇവരൊക്കെ വിളിക്ക് ചാക്കോ പച്ചൂ എന്ന്. ഒന്ന് വിളിക്കാമോ? എവരിബഡി സ്റ്റാൻഡ് അപ്പ്. सब लोग खड़े हो जाएंगे. ആൻഡ് കോൾ ऐसा बुलाना सब लोग ചാക്കോ പച്ചൂ. चाको दादाजी करके बुलाता है. ചാക്കോ അമ്മച്ചി വന്നിട്ടില്ല. നിങ്ങൾ അങ്ങ് വരണം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ കഥാവസ്ഥ. and इधर नहीं आए हैं and उनको मिलना है तो आप लोग वो जगह पर आना है. परमेश्वर सबको आशीष दे. आप लोग बैठ सकते हैं.